ഈ സർവകലാശാല ശ്രീ ശങ്കരാചാര്യർക്ക് മാത്രമല്ല സംസ്കൃത ഭാഷയ്ക്ക് തന്നെ ഒരു തീരാക്കളങ്കമായി മാറിയിരിക്കുകയാണ്. തട്ടിപ്പ് നടത്തുന്നതിൽ ഈ പിൻവാതിലൂടെ നിയമിക്കപ്പെട്ട അധ്യാപകരും പിൻവാതിലൂടെ നിയമിക്കപ്പെട്ട ഒരു വിഭാഗം അനധ്യാപക ജീവനക്കാരും പങ്കാളികളാണ്. തോറ്റ പിള്ളേരെ ജയിപ്പിക്കുക, പാർട്ടി തീരുമാനമനുസരിച്ച് ജയിപ്പിക്കുക, BFA തോറ്റ വിദ്യാർത്ഥിയെ MFAക്ക് പഠിപ്പിക്കുകയും MFA ജയിപ്പിക്കുകയും അതിനുശേഷം BFA പാസ്സാക്കുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായി. സംസ്കൃത സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഭാഗത്തിന് അവിടെ ഒരു വലിയ വിഭാഗം അധ്യാപകർക്കും സംസ്കൃതം അറിയില്ല. മലയാളത്തിലാണ് സംസ്കൃതം എഴുതുന്നത്. ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലഘട്ടം പോലും അറിയില്ലാത്ത ഒരാളിനെ PhD കൊടുത്ത സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല. സാധാരണ ഒരു CAT തൊഴിലാളികൾക്ക് ഉള്ള സംസ്കാരത്തിൻ്റെ അത്ര പോലും സംസ്കാരമില്ലാത്ത ഒരു സംസ്കൃത അധ്യാപകൻ ആ യൂണിവേഴ്സിറ്റി അധ്യാപകനാണ് ധർമ്മരാജ ഡാട്ട്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നതിന് അധർമ്മരാജ് എന്നാണ്. ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ CPM അനുഭാവികളായ പ്രൊഫസർമാർ പോലും തങ്ങൾ റാങ്ക് ചെയ്തവർക്കല്ല നിയമനം നൽകിയെന്നും റാങ്ക് പട്ടിക ശീർഷാസനം ചെയ്തതെന്നും ഒരു ആക്ഷേപമുണ്ടായി. നമസ്കാരം. സംസ്കൃത സർവകലാശാലയിൽ ബില്ലുകളും വൗച്ചറുകളും ഒഴിവാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഇതിന് പിന്നിൽ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ മുൻ VCയും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടും നിലവിലിപ്പോൾ പുറത്ത് വരികയാണ്. എന്തായാലും എപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല. മുൻ VC ഉൾപ്പെടെ നടത്തിയ ഈ തട്ടിപ്പ് നിലവിലിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഡോക്ടർ സിസ തോമസ് VC ആയി വന്നതിന് ശേഷമാണ്. ഇതിനെതിരെ നിലവിലിപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ RS ശശികുമാർ. അദ്ദേഹം തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ്. 1993 ആണ് ശ്രീ ശങ്കരാചാര്യരുടെ നാമധേയത്തിൽ കാർഡി കേന്ദ്രമായി സംസ്കൃത സർവകലാശാല ആരംഭിച്ചത്. തീർച്ചയായിട്ടും ഇന്ന് ഈ സർവകലാശാല ശ്രീ ശങ്കരാചാര്യർക്ക് മാത്രമല്ല സംസ്കൃത ഭാഷയ്ക്ക് തന്നെ ഒരു തീരാക്കളങ്കമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന വ്യാപകമായ അഴിമതി, ക്രമക്കേട്, ഇതെല്ലാം കഴിഞ്ഞ 10-15 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാല ആരംഭിച്ച് 1993 1998 അവിടെ നിലവിലുണ്ടായിരുന്ന ചില അധ്യാപകരെ പിരിച്ചുവിട്ടതിന് ശേഷം യാതൊരു യോഗ്യതയുമില്ലാത്ത 1ഉം 2ഉം തവണയുള്ള പരീക്ഷ എഴുതി PG പാസ്സായിട്ടുള്ള ആൾക്കാരെ അവിടെ അധ്യാപകരായി നിയമിച്ചതോടെ ഈ സർവകലാശാലയുടെ നാശത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ നിയമിക്കപ്പെട്ട അനധികൃതമായി കടന്നു കയറിയവരാണ് ഇന്ന് സർവകലാശാലയിലെ സീനിയർ പ്രൊഫസർമാരും വകുപ്പ് മേധാവിമാരും ഇരിക്കുന്നത്. അപ്പോൾ ഇതോട് സർവകലാശാലയുടെ അടിസ്ഥാനം തെറ്റി എന്നുള്ളതാണ് സത്യം. ഡോക്ടർ KN പണിക്കർ വൈസ് ചാൻസലറായിരുന്ന കാലഘട്ടം വരെ വളരെ കാര്യക്ഷമമായ രീതിയിൽ ആ സർവകലാശാല പ്രവർത്തിച്ചു. പക്ഷേ അതിനുശേഷം ഒരു പരിധിവരെ ഈ അടുത്ത കാലത്ത് BJPയിലേക്ക് മാറിപ്പോയ UDF നിയമിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ വൈസ് ചാൻസലറായിരുന്ന ഒരു പരിധിവരെ ആ സർവകലാശാല നീതിപൂർവ്വം പ്രവർത്തിച്ചു. പക്ഷേ അതിനുശേഷം അവിടെ നടക്കുന്ന മുഴുവനും വ്യാപകമായ തട്ടിപ്പാണ്. ആ തട്ടിപ്പ് നടത്തുന്നതിൽ ഈ പിൻവാതിലൂടെ നിയമിക്കപ്പെട്ട അധ്യാപകരും പിൻവാതിലൂടെ നിയമിക്കപ്പെട്ട ഒരു വിഭാഗം അനധ്യാപക ജീവനക്കാരും പങ്കാളികളാണ്. അപ്പോൾ അവിടെ തട്ടിപ്പ് നടത്തുന്നതിൽ ഇവർ ഷെയർ ഹോൾഡേഴ്സാണ്. തോറ്റ പിള്ളേരെ ജയിപ്പിക്കുക, പാർട്ടി തീരുമാനമനുസരിച്ച് ജയിപ്പിക്കുക, തോറ്റ വിദ്യാർത്ഥികളെ MAക്ക് പ്രവേശിപ്പിക്കുക, BFA തോറ്റ വിദ്യാർത്ഥികളെ അടുത്ത കാലത്ത് ഏറ്റവും വിവാദം അതാണ്. BFA തോറ്റ വിദ്യാർത്ഥിയെ MFAക്ക് പഠിപ്പിക്കുകയും MFA ജയിപ്പിക്കുകയും അതിനുശേഷം BFA പാസ്സാക്കുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായി. ഇതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അധ്യാപക നിയമനങ്ങൾ വ്യാപകമായി നടത്തി. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ധർമ്മരാജ് അഡാട്ട് എന്നൊരു വൈസ് ചാൻസലർ നിയമിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം വാസ്തവത്തിൽ സാധാരണ ഒരു CAT തൊഴിലാളികൾക്ക് ഉള്ള സംസ്കാരത്തിൻ്റെ അത്ര പോലും സംസ്കാരമില്ലാത്ത ഒരു സംസ്കൃത അധ്യാപകൻ ആ യൂണിവേഴ്സിറ്റി അധ്യാപകനാണ് ധർമ്മരാജ ഡാട്ട്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നതിന് അധർമ്മരാജ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈസ് ചാൻസലർ വന്നതോടുകൂടി CPMൻ്റെ വികാര കേന്ദ്രമായി മാറി. ഈ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമായ മുൻ മന്ത്രിയായിരുന്ന MP രാജേഷ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ CPMൻ്റെ പ്രമുഖനായ യുവജന നേതാവായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഭാര്യ നിനിത കണിച്ചേരിയെ അവിടെ സംസ്കൃത സർവകലാശാലയിലെ മലയാളം അധ്യാപികയെ നിയമിച്ചു. മലയാള അധ്യാപിക ഇൻ്റർവ്യൂവിന് വന്നപ്പോഴേക്കും ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ CPM അനുഭാവികളായ പ്രൊഫസർമാർ പോലും തങ്ങൾ റാങ്ക് ചെയ്തവർക്കല്ല നിയമനം നൽകിയെന്നും റാങ്ക് പറ്റിയ ശീർഷാസനം ചെയ്തതെന്നും വരെ ആക്ഷേപമുണ്ടായി. PSC നടത്തിയ മലയാളം അധ്യാപക പരീക്ഷയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ 121ാമത്തെ റാങ്ക് 212ാമത്തെ റാങ്ക് കിട്ടിയ നിനിത കണിച്ചേരിക്ക് സംസ്കൃത സർവകലാശാല 1ാം റാങ്ക് കിട്ടി. ഏറ്റവും മിടുക്കരായ കുട്ടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് രാജേഷിൻ്റെ ഭാര്യ എന്ന നിലയിലാണ് നിയമിച്ചത്. കാരണം ഈ അടുത്ത കാലത്ത് ഈ CPM ഗവൺമെൻറ് കാലത്ത് നേതാക്കന്മാരെ ഭാര്യമാരെ മുഴുവനും എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കുന്നുണ്ട്. അത് തുടക്കം കുറിച്ചത് നമ്മുടെ നിയമമന്ത്രിയായിരുന്ന ഇൻഡസ്ട്രീസ് മന്ത്രിയായിരുന്ന രാജീവാണ്. രാജീവിൻ്റെ ഭാര്യയെ വാണി കേസരിയെ കൊച്ചി സർവകലാശാല നിയമിച്ചതോടെയാണ് യുവജന നേതാക്കന്മാരുടെ ഭാര്യമാരെ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരുമായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെയാണ് പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന രാകേഷിൻ്റെ ഭാര്യയാണ്. ഞാൻ എടുത്തു പറയുന്നത് ഈ നിയമനങ്ങളെല്ലാം നടത്തുന്നതിന് ചുക്കാൻ പിടിച്ചത് സംസ്കൃത സർവകലാശാലയിലെ മലയാളം സീനിയർ പ്രൊഫസറായ ലിസി മാത്യു ആയിരുന്നു. ആ ലിസി മാത്യു ആണ് സർവകലാശാല നിയന്ത്രിക്കുന്നത്. എവിടെയെല്ലാം CPM-കാരെ നിയമിക്കണോ അവിടെയെല്ലാം ഇൻ്റർവ്യൂവിന് അയക്കുന്നത് ഈ പ്രഗത്ഭയായ അധ്യാപകൻ. ഇതും ബാക്ക് ഡോറിലൂടെ 98 കടന്നു കയറിയാണ്. അപ്പോൾ ഇത് സർവകലാശാലയുടെ അക്കാഡമിക് രംഗത്തെ തകർത്തു. തോറ്റ വിദ്യാർത്ഥികൾ MA-ക്ക് പഠിക്കുന്നതായിട്ട് കണ്ടപ്പോൾ അടുത്ത കാലത്ത് ധർമ്മരാജ അഡാട്ട് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ചാർജ് വഹിച്ചിരുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ യഥാർത്ഥത്തിൽ CPM നിയമിച്ച വൈസ് ചാൻസലറാണെങ്കിലും അദ്ദേഹമാണ് വന്ന് കണ്ടെത്തിയ എല്ലാവരെയും പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ഇത് അവിടെ BA-ക്ക് ചേരുന്ന ഒരാളിന് PhD എടുത്ത് വരാൻ കഴിയും. PhD മുഴുവനും വ്യാജമാണ്. ഈ അടുത്ത കാലത്ത് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രിൻസി കുര്യാക്കോസിൻ്റെ PhD ബിരുദം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ശങ്കരാചാര്യർ ജനിച്ചത് 17ഓ 18ഓ നൂറ്റാണ്ടിലാണെന്ന് പറയുക. അപ്പോൾ ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലഘട്ടം പോലും അറിയില്ലാത്ത ഒരാളിനെ PhD കൊടുത്ത സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല. ആ പ്രിൻസി കുര്യാക്കോസ് ഇപ്പോൾ PSCയുടെ മെമ്പറാണ്. 36 വയസ്സായി PSC മെമ്പറാണ്. ഇനിയിപ്പോൾ 6 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇനി ജീവിത അവസാനം വരെ 1.5 ലക്ഷം രൂപ പെൻഷനാണ്. അപ്പോൾ ഇതുവരെ ലഭിച്ചേക്കുന്നത് മറ്റൊരു സർവകലാശാലയൊന്നുമല്ല, സംസ്കൃത സർവകലാശാലയാണ്. അപ്പോൾ സംസ്കൃത സർവകലാശാലയിലെ ഡിഗ്രിയും അതേപോലെ PhD ഉൾപ്പെടെയുള്ളത് വ്യാജമാണ്. സംസ്കൃത സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഭാഗത്തിനും അവിടെ ഒരു വലിയ വിഭാഗം അധ്യാപകർക്കും സംസ്കൃതം അറിയില്ല. മലയാളത്തിലാണ് സംസ്കൃതം എഴുതുന്നത്. അവിടെ നിന്നും MA പാസ്സായി വന്നൊരു വിദ്യാർത്ഥിയാണ് ഈ അടുത്ത കാലത്ത് കേരള സർവകലാശാലയിൽ ഏറ്റവും വലിയ വിവാദമുണ്ടായി. അദ്ദേഹത്തിന് PhDക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, സംസ്കൃതം അറിയില്ല. PhD എടുക്കുന്നതിന് ഇവിടെയുള്ള ഡീനായിട്ടുള്ള വിജയകുമാരി റെക്കമെൻഡ് ചെയ്തില്ല എന്നുള്ള പേരിലാണ് ഏറ്റവും വലിയ സമരം കേരള സർവകലാശാലയിൽ അരങ്ങേറിയത്. അതിൻ്റെ പേരിൽ പട്ടികജാതി പീഡനത്തിൻ്റെ പേരിൽ പോലും കേസ് കൊടുത്തു. കാര്യം വെച്ചാൽ പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് PhD നൽകാത്തതെന്നുള്ള ആക്ഷേപം വരെ ഉണ്ടായി. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സർവകലാശാലയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന സംഭവം എന്താ? ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വേണ്ടി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയുണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അസോസിയേഷൻ. അവർക്ക് 6.5 ഏക്കർ ഭൂമി കാർഡിലൂടെ എഴുതി കൊടുക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. ഞങ്ങൾ ഗവർണർക്ക് പരാതി കൊടുത്തിരുന്നു, ഗവർണർ തടയാൻ ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് ചട്ടമ്പി സ്വാമികളുടെ പേരിൽ ഒരു പുസ്തകം സംസ്കൃത സർവകലാശാല പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് ഗവർണർ റിലീസ് ചെയ്യുന്ന രീതിയിൽ പന്മന ആശ്രമത്തിൽ വെച്ച് ഈ പുസ്തകം റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നതിനും തൊട്ട് മുമ്പാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ചാർജ് വഹിക്കുന്ന സിസ തോമസിന് മനസ്സിലായത് പുസ്തകത്തിൽ 11 വോളിയത്തിൽ 4 വോളിയം മാത്രമേ പ്രിൻ്റ് ആയിട്ടുള്ളൂ, ബാക്കി ഇവിടെ വെള്ളക്കടലാസാണെന്ന്. ഗവർണർ വരെ ചീറ്റ് ചെയ്യാൻ തയ്യാറായി. ആ പബ്ലിക്കേഷൻ ഓഫീസർ ആയിരുന്നത് ഈ സമയത്ത് ഈ ഞാൻ പറഞ്ഞ വിവാദ നായികയായ ലിസി മാത്യു ആണ്. അപ്പോൾ ഗവർണറെ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകം വെള്ള പേപ്പറാണെങ്കിൽ ഗവർണർ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടില്ലേ? ഇതുവരെ ഈ സർവകലാശാലയിൽ നടന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഈ പുസ്തകം സാധാരണ മുൻകാലങ്ങളിൽ സംസ്കൃത സർവകലാശാലയിൽ എല്ലാ അച്ചടിയും നടത്തിയിരുന്നത് സർക്കാർ സ്ഥാപനമായ CAPTലാണ്.
അത് മാറ്റിയതിന് ശേഷം കാലടിയിലുള്ള ഒരു എസ് എൻ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പ്രസ്സിന് കൊടുത്തു. കൊട്ടേഷൻ ഇല്ല. അവിടെയാണ് CPM-ൻ്റെ മിക്കവാറും എല്ലാ പോസ്റ്റർ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാരുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിൻ്റ് ചെയ്യുന്ന ഒരു സ്വകാര്യ പ്രസ്സാണ് എസ് എൻ പ്രസ്. അവിടെ കൊട്ടേഷൻ ഇല്ലാതെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഈ പുസ്തകം പ്രിൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ദൗർഭാഗ്യമായിട്ട് 4 വോളിയം പ്രിൻ്റ് ചെയ്യുകയും ബാക്കി 11 വാളിയത്തിൽ 7 വാളിയം വെള്ള പേപ്പർ വെച്ച് ഗവർണർക്ക് റിലീസ് ചെയ്യാൻ കബളിപ്പിക്കാൻ ശ്രമിച്ചു. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമല്ലേ? അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഗവർണർ ഉത്തരവിട്ടിരിക്കുമ്പോൾ ഈ തരത്തിലുള്ള ആൾക്കാർ നടപടിയെടുക്കുമ്പോൾ അധ്യാപകരും അവിടെയുള്ള അനധ്യാപകരും പേരും സർവകലാശാലയെ കളങ്കപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർവകലാശാലയെ തകർക്കാൻ ശ്രമിക്കുന്നു. അല്ല, സർവകലാശാലയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാലയെ മാറണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോഴെന്താ ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേട്, അവിടെ കോടിക്കണക്കിന് രൂപ സംസ്കൃതത്തിൻ്റെ വികാസത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് പ്രോജക്റ്റുകളായി ലഭിക്കുന്നുണ്ട്. അവിടെയുള്ള അധ്യാപകർക്കെല്ലാം പ്രോജക്റ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്രോജക്റ്റിനൊന്നിനും കണക്കില്ല. കള്ള വൗച്ചറുകൾ, കള്ള ബില്ലുകൾ കൊടുത്തുകൊണ്ട് അവിടെയുള്ള ചില അനധ്യാപക ജീവനക്കാരെ കൂടെ സ്വാധീനിച്ചുകൊണ്ട് റെഗുലറൈസ് ചെയ്യുക. അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ട ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാ അഴിമതികളും കാണിക്കുന്നതിന് ഒപ്പുവെച്ചിട്ടുള്ള ധർമ്മരാജ അഡാട്ടിന് പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ 2.25 ലക്ഷം രൂപ വൗച്ചറും ബില്ലുമില്ലാതെ റെഗുലറൈസ് ചെയ്ത് സാധൂകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നടക്കില്ല, സംസ്കൃത സർവകലാശാല അല്ലാതെ. ഇപ്പോഴെന്താ, ഈ സർവകലാശാലയിൽ അഴിമതി നടക്കുന്നതെന്നും അത് കണ്ടെത്തുവാനും അതനുസരിച്ച് അവിടെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുവാനുമായിട്ട് ഇപ്പോൾ സർവകലാശാലയുടെ ചാർജ് കൊടുത്തിരിക്കുന്ന സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് അവിടെ എത്തി നടപടി ആരംഭിച്ചപ്പോഴേക്കും വൈസ് ചാൻസലർക്കെതിരെ സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചെയർമാനായി വന്നിരിക്കുന്നത് ആലോചിക്കുക, ദൗർഭാഗ്യകരമാണ്. ഒരു മുൻ വൈസ് ചാൻസലർ ധർമ്മരാജ അഡാട്ടാണ് എന്ന് എവിടെയെങ്കിലും കേട്ട് കേൾവിയുണ്ടോ? ഒരു വൈസ് ചാൻസലറായിരുന്ന ഒരാൾ, ഒരു മുൻ വൈസ് ചാൻസലർ ആ സർവകലാശാലയിൽ അഴിമതി കണ്ടെത്തിയപ്പോൾ അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ അഴിമതിയിൽ 1-ാം സ്ഥാനത്തേക്ക് ധർമ്മരാജാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രമക്കേടുകളെക്കുറിച്ച്, സംസ്കൃത സർവകലാശാല നടക്കുന്ന അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. അതിനുവേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഗവർണർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. നിശ്ചയമായും ഗവർണർ ഇടപെടുമെന്നും ശങ്കരാചാര്യരുടെ പേരിലുള്ള ഈ സ്ഥാപനത്തെ ശുദ്ധീകരിക്കുവാൻ ഗവർണർ മുൻകൈയെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.